നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയിൽ റിസർച്ചിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളെക്കുറിച്ചാണ്. കേസ് സ്റ്റഡി, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, സർവേ ഇതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. എന്ത് ബിഹേവിയറാണ് അവിടെ നടക്കുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടെല്ലാം പൊതുവായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ചും കൂടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ചേർന്ന് അനാലിസിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കോറിലേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ പർപ്പസ് മദ്യപാന സ്വഭാവവും ലൈഫ് എക്സ്പെക്റ്റൻസിയും, അതായത് ആയുർദൈർഘ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ പർപ്പസ്. അതായത് മദ്യപാന സ്വഭാവം കൂടുന്നതിനനുസരിച്ച് ആയുർദൈർഘ്യം കൂടുന്നുണ്ടോ അതോ കുറയുന്നുണ്ടോ, ഈ മദ്യപാന സ്വഭാവവും ആയുർദൈർഘ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപ് മരണമടഞ്ഞ വ്യക്തികളുടെ മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച് അതിൽ മദ്യപിക്കുന്ന സ്വഭാവം ഉള്ളവരെ കണ്ടെത്തി അവർ എത്രാമത്തെ വയസ്സിലാണ് മരണമടഞ്ഞത്, അതുപോലെ തന്നെ ആ സമയങ്ങളിലൊക്കെ അവർ എത്രമാത്രം മദ്യം കൺസ്യൂം ചെയ്യുമായിരുന്നു, ഇതുപോലെയുള്ള ഡേറ്റയൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ ഡേറ്റ ഒന്ന് കോറിലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മദ്യപാന സ്വഭാവവും ആയുർദൈർഘ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം ഒരു ഐഡിയ കിട്ടും. മോസ്റ്റ് പ്രോബബിളി ഈ മദ്യപാന സ്വഭാവം കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ ആയുർദൈർഘ്യം കുറയാനാണ് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് പ്രകാരം ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇൻ്റർവെൻഷൻ അതിനകത്ത് ചെയ്തെടുക്കാനായിട്ടൊക്കെ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തെടുക്കാനായിട്ടൊക്കെ. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിലൊരു ഡേറ്റയുണ്ട്, മദ്യപാന സ്വഭാവം കൂടുന്തോറും ആയുർദൈർഘ്യം കുറയും. അതുകൊണ്ട് ആയുർദൈർഘ്യം കൂട്ടണമെന്നുണ്ടെങ്കിൽ മദ്യപാന സ്വഭാവം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആയുർദൈർഘ്യം കൂട്ടാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരു ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ഈ ഒരു സ്റ്റഡി നമ്മളെ സഹായിക്കും. ഓക്കെ, കോറിലേഷൻ എന്താണെന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. കോറിലേഷൻ ഈസ് ദ ഡിഗ്രി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. അതായത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഈ വേരിയബിൾ തമ്മിൽ ഉള്ളത്. ഒന്നാമത്തത് പോസിറ്റീവ് കോറിലേഷൻ. 2 വേരിയബിളിൻ്റെയും ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്ന ദിശ സെയിം ആണെന്നുണ്ടെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഈ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ വേരിയബിളിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്ത് രണ്ടാമത്തെ വേരിയബിളിലും അതേ ഇൻക്രീസ് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒന്നാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂവും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ടൊക്കെ ഈ 2 വേരിയബിളിലും ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. ഒന്നുകിൽ 2ൻ്റെയും വാല്യൂ കൂടും അല്ലെങ്കിൽ 2ൻ്റെയും വാല്യൂ കുറയും. ഇവിടെ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിലാണ് ഈ 2 വേരിയബിളിലും ചേഞ്ച് വരുന്നത്. ഇത്തരം റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നത് പോസിറ്റീവ് കോറിലേഷൻ എന്നാണ്. ഇനി നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ്റെ ഒരു എക്സാമ്പിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു പുതിയൊരു കാറ് വാങ്ങിയതിന് ശേഷം നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ്, ഒരു ലോങ് ഡെസ്റ്റിനേഷൻ കണ്ടെത്തി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, സോ ഒരു 500 കിലോമീറ്ററുള്ള ഒരു യാത്രയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത്, വീട്ടിൽ നിന്ന് കാർ എടുത്തിട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാനായിട്ട് ആ പെട്രോൾ പമ്പിലെ സെയിൽസ്മാൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു. അങ്ങനെ സെയിൽസ്മാൻ ആ കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങിയാണ്. 500 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ മനസ്സിലുള്ളത്. സോ ഇവിടെ 2 വേരിയബിളിനെ നമ്മൾ എടുക്കാൻ പോവാണ്. ഒന്നാമത്തെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കവേർഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ വേരിയബിൾ. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം, അതിനെയാണ് നമ്മൾ ഒന്നാമത്തെ വേരിയബിളായിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ വേരിയബിളായിട്ട് എടുക്കുന്നത് ഫ്യൂവൽ കൺസപ്ഷൻ ആണ്. ഫ്യൂവൽ കൺസപ്ഷൻ
അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, കൂടുതൽ ദൂരം യാത്ര ചെയ്യാനായിട്ട് കൂടുതൽ ഇന്ധനം ആവശ്യമാണ്. അതായത് കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കും. 50 കിലോമീറ്റർ ഓടാനായിട്ടുള്ള ഇന്ധനമായിരിക്കത്തില്ല 100 കിലോമീറ്റർ ഓടാനായിട്ട് ആവശ്യമുള്ളത്. 150 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ഇന്ധനം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ 2 വേരിയബിൾ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡും രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ കൺസപ്ഷനും, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ദൂരം കൂടുന്തോറും ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഒന്നാമത്തെ വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് രണ്ടാമത്തെ വേരിയബിളും ഇൻക്രീസ് ചെയ്യുന്നു. ഒന്നാമത്തെ വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് രണ്ടാമത്തെ വേരിയബിളും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് പോസിറ്റീവ് കോറിലേഷൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ടൊക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് കോറിലേഷനാണ്. അത് നെഗറ്റീവ് കോറിലേഷനാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 വേരിയബിളിലും ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേഞ്ചിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് പറയാനായിട്ടൊക്കും. അതേസമയം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, 2 വേരിയബിൾസിലും ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന ടെർമിനോളജി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കൂടുമ്പം അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കുറയുകയോ, ഒന്നാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കുറയുമ്പം രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കൂടുകയോ ചെയ്യുന്നതാണ് ആ ഒരു 2 വേരിയബിളിലും ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിൻ്റെ ഡയറക്ഷൻ എങ്കിൽ അപ്രകാരമുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഈ ഒരു നെഗറ്റീവ് കോറിലേഷനും നമ്മൾ പോസിറ്റീവ് കോറിലേഷനിൽ പറഞ്ഞ അതേ കോണ്ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ പോസിറ്റീവ് കോറിലേഷനായിട്ട് എടുത്തത് ഡിസ്റ്റൻസ് ട്രാവൽഡും അതുപോലെ തന്നെ ഫ്യൂവൽ കൺസപ്ഷനുമാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന രണ്ടാമത്തെ വേരിയബിളിൽ മാത്രം ഒരു ചേഞ്ച് ഉണ്ട്. ഒന്നാമത്തെ വേരിയബിൾ അതേപോലെ തന്നെ നിലനിർത്തി ഒന്നാമത്തെ വേരിയബിളായിട്ട് സഞ്ചരിച്ച ദൂരം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ വേരിയബിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ കാറിൻ്റെ ഇന്ധന ടാങ്കിൽ അവശേഷിക്കുന്ന ഇന്ധനം, അതാണ് നമ്മൾ രണ്ടാമത്തെ വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂവലിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ രണ്ടാമത്തെ വേരിയബിളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫുൾ ടാങ്ക് ആണ് ആദ്യം നിറച്ചത്, അത് കഴിഞ്ഞ് ഇങ്ങനെ ദൂരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൂരം കൂടുന്തോറും ഫ്യൂവൽ കൺസംഷൻ കൂടുമെന്ന് നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിളിലൂടെ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പെട്രോൾ ടാങ്കിൽ ഫുൾ ടാങ്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇന്ധനത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ദൂരം കൂടുന്തോറും ഇന്ധനത്തിൻ്റെ അളവ്, ടാങ്കിൽ അവശേഷിക്കുന്ന ഇന്ധനത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കേസിൽ ഒന്നാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കൂടുമ്പോൾ രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ 2 വേരിയബിളിലും ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് നമുക്കവിടെ പറയാനായിട്ടൊക്കും. സോ ഇത് നെഗറ്റീവ് കോറിലേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് കോറിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ പേര് കർവിലീനിയർ റിലേഷൻഷിപ്പ് എന്നാണ്. കർവിലീനിയർ റിലേഷൻഷിപ്പ്, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവിൻ്റെ നേച്ചറാണ് ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനുള്ളത്. അവിടെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ കുറച്ചു ഭാഗം പോസിറ്റീവ് കോറിലേഷനും അതിനുശേഷം നെഗറ്റീവ് കോറിലേഷനും ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആദ്യത്തെ കുറച്ച് ഭാഗം പോസിറ്റീവ് കോറിലേഷൻ, അതായത് ചേഞ്ച് സെയിം ഡയറക്ഷനിലായിരിക്കും, അതിനുശേഷം ചേഞ്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പം ഇതാണ് കർവിലീനിയർ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജ് ആൻഡ് മസ്കുലാർ ഫോഴ്സ്. ഇതാണ് നമ്മുടെ 2 വേരിയബിൾ. ഒന്നാമത്തെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ആണ്, രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കുലാർ ഫോഴ്സ് ആണ്. ഈ മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം ഉയർത്താനായിട്ടുള്ള നമ്മുടെ ഒരു കഴിവിനെയാണ് നമ്മൾ ഈ ഒരു മസ്കുലാർ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ എടുക്കുക. ഒരു 3 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു 5 കിലോ വെയിറ്റുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു 5 കിലോ വെയിറ്റുള്ള സാധനം കൊണ്ടുപോകുന്നത്. അതേസമയം ഒരു 10 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 5 കിലോ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ വളരെ സിമ്പിളായിട്ട് അത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായം ആകും തോറും, അതായത് ചെറിയ പ്രായത്തിൽ നിന്ന് പ്രായം കൂടുന്നത് വരെ
നമ്മുടെ ഈ മസ്കുലാർ ഫോഴ്സ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടൊക്കെ. 20 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഈ 10 കിലോയോ 15 കിലോയോ വളരെ സിമ്പിളായിട്ട് അവന് എടുത്തുകൊണ്ട് പോകാനായിട്ടൊക്കെ. 30 വയസ്സുള്ള ഒരാൾക്ക് ഒരു 50 കിലോ വരെ ഭാരം വഹിക്കാനായിട്ടൊക്കെ. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു 40ഓ 50ഓ വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാരം എടുക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് പെതുക്കെ 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 കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഈ ഒരു ഏജിങ് ഇങ്ങനെ ജസ്റ്റ് ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ മസ്കുലാർ ഫോഴ്സ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ഏജ് വരെ, അല്ലെങ്കിൽ ഒരു പ്രായം വരെ ഈ ഒരു മസ്കുലാർ ഫോഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ഒരു പീക്ക് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്കുലാർ ഫോഴ്സ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു പോയിന്റ് വരെ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഏജും മസ്കുലാർ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. ഇതാണ് കർവിലീനിയർ റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അതിൻ്റെ 3 ടൈപ്പ്: പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് കർവിലീനിയർ റിലേഷൻഷിപ്പ്. ഈ 3 ടൈപ്പ് കോറിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു 3 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും കർവിലീനിയർ റിലേഷൻഷിപ്പിനും നിങ്ങൾ ആലോചിച്ച് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ.